ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഏട്ടാ ചായ. നമ്മൾ ഇത്രയും മെനക്കെട്ട് പോയി കല്യാണം വിളിച്ചിട്ടും ഒരാള് പോലും മോഹനേട്ടന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നില്ലല്ലോ. നിനക്കറിയാലോ അവിടുന്ന് ആരും വരില്ലെന്ന്. വർഷങ്ങളായി എന്നോടുള്ള ശത്രുത ഇപ്പോഴും ഉണ്ടോന്ന് ഞാൻ ഒന്ന് പരീക്ഷിച്ചല്ലേ. എന്നിട്ടിപ്പോ എന്താ മോഹനേട്ടന് മനസ്സിലായത്? എന്ത് മനസ്സിലാക്കാൻ? കാലം മാറി എന്നല്ലാതെ ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി ഒരിക്കലും തമ്മിൽ കാണരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കാണേണ്ടി വന്ന കണ്ടല്ലേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുമ്പോ ഒരല്പമെങ്കിലും സ്നേഹം സ്വന്തം അനിയനോട് കാണിക്കുന്ന ഞാൻ കരുതിയത്. ആ വീടിനകത്തേക്ക് എന്നെ കയറ്റുമോന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. സ്വന്തം മരുമകളായിരുന്നല്ലോ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അപ്പൊ പിന്നെ ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്താ അടുത്ത തീരുമാനം? ആരും കല്യാണത്തിന് വരാത്തതുകൊണ്ട് ഇനി എന്തായാലും നമ്മളെ വീട്ടിലേക്കില്ല. പക്ഷേ എനിക്ക് തള്ളിക്കളയാനേ പറ്റില്ലല്ലോ. ചിലരങ്ങനെയാണ് രാജി, ഒന്നും മറക്കില്ല. എല്ലാം മരണം വരെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. ചിലരൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറാവും. മറ്റു ചിലര് ഒരിക്കലും തയ്യാറാവില്ല. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടതാണ് ചേച്ചി. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഞാൻ കരുതിയത്. ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യം വെച്ച് നോക്കുമ്പോൾ നമ്മളോട് അത്രയെങ്കിലും സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകണ്ട മോഹനേട്ടാ. ഒരിക്കലും വലിച്ചെറിഞ്ഞതിനെ വീണ്ടും തിരിച്ചെടുക്കണമെന്ന് നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നോക്കിക്കോ രാജി, ഈ ചേച്ചി തന്നെ എന്നെ തേടി വരുന്ന ഒരു ദിവസം ഉണ്ടാവും. എന്തായാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചേച്ചിക്ക് ബോധ്യമായല്ലോ. എനിക്കും അതായിരുന്നു ആവശ്യം. എൻ്റെ അമ്മയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുതയ്ക്ക് ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അക്കാര്യത്തിൽ ആർക്കായാലും ശത്രുത തോന്നും മോഹനേട്ടാ. സ്വന്തം അച്ഛനെ മറ്റൊരു സ്ത്രീ സ്വന്തം ആക്കുമ്പോ ഏത് മക്കൾക്കും ദേഷ്യം തോന്നും. ഇവിടെ മോഹനേട്ടനെ ചേച്ചിക്കും അത് തന്നെ തോന്നിയത്. ചേച്ചിക്ക് അച്ഛൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് എൻ്റെ അമ്മ.